നമ്മളൊരു സിനിമ കാണാൻ പോകാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? പലപ്പോഴും അതിൻ്റെ ട്രെയിലർ കാണുമ്പോഴാണ്. എന്താണ് ഈ ട്രെയിലർ? ഒരു സിനിമയുടെ കഥയും പ്രധാന ഭാഗങ്ങളും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കാണിച്ചു തരുന്ന ചെറിയ വീഡിയോ ആണിത്. പണ്ട് കാലത്ത് ഒരു സിനിമ തീർന്ന ശേഷമാണ് അടുത്ത സിനിമയെക്കുറിച്ച് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ട്രെയിലർ, പിന്നാലെ വരുന്നത് എന്ന പേര് വന്നത്. ഇന്ന് സിനിമ പുറത്തിറങ്ങുന്നതിന് മുൻപേ ട്രെയിലർ വലിയ ആഘോഷമായി റിലീസ് ചെയ്യുന്നു. പണ്ട് ട്രെയിലറുകൾ വളരെ സിമ്പിളായിരുന്നു. പ്രധാന നടീനടന്മാരെ കാണിക്കുക, സിനിമയുടെ പേര് പറയുക, ഉടൻ വരുമെന്ന് എഴുതി കാണിക്കുക, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ ട്രെയിലറുകൾ ഒരു ചെറിയ സിനിമ പോലെയാണ്. ഇതിനൊരു പ്രത്യേക ക്രമമുണ്ട്. പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന രംഗങ്ങൾ, സിനിമയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചെറുതായിട്ട് പറഞ്ഞു തരുന്നു. ഏറ്റവും മികച്ച ആക്ഷൻ, തമാശ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു ഭാഗം കാണിച്ച് നമ്മളെ കൂടുതൽ ആകാംക്ഷയിലാക്കുന്നു. ഇങ്ങനെ മാറ്റാൻ കാരണം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇന്ന് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ട്രെയിലർ വളരെ മികച്ചതാക്കേണ്ടത് ആവശ്യമായി വന്നു. ട്രെയിലറുകൾ ഇത്രയും നന്നായി വളർന്നതിന് കാരണം പുതിയ സാങ്കേതിക വിദ്യകൾ വന്നതാണ്. ഇന്ന് ട്രെയിലർ എഡിറ്റ് ചെയ്യുമ്പോൾ സിനിമയിൽ ഉപയോഗിക്കുന്ന അതേ നിലവാരത്തിലുള്ള ശബ്ദവും ലൈറ്റുകളും വിഷ്വൽ എഫക്ട്സ് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ട്രെയിലർ തുടങ്ങുമ്പോൾ കേൾക്കുന്ന ശക്തമായ സംഗീതം ഒരു പ്രത്യേക മൂഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കൂടാതെ യൂട്യൂബ് പോലുള്ള വെബ്സൈറ്റുകൾ വന്നതോടെ ഒരു ട്രെയിലർ ലോകം മുഴുവൻ ഒറ്റയടിക്ക് കാണാൻ തുടങ്ങി. കോടിക്കണക്കിന് ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇത് കാണാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ ട്രെയിലർ ഇന്ന് സിനിമയുടെ ഏറ്റവും വലിയ പ്രചാരണമാണ്. ഇത് വെറും പരസ്യം മാത്രമല്ല, സിനിമയുടെ വിജയം തീരുമാനിക്കുന്ന പ്രധാന ഘടകമാണ്. ഒരു ട്രെയിലർ നല്ലതാണെങ്കിൽ സിനിമ റിലീസ് ആകുന്നതിന് മുൻപ് തന്നെ ആളുകൾക്ക് അതിനോട് വലിയ താല്പര്യമുണ്ടാകും. അതുകൊണ്ട് ഇനി ഒരു ട്രെയിലർ കാണുമ്പോൾ അത് നിങ്ങളെ സിനിമയിലേക്ക് ആകർഷിക്കാൻ വളരെ ബുദ്ധിപരമായി ഉണ്ടാക്കിയ ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുക.